അപ്പോൾ ഇന്ന് ഇഡ്ഡലി കട മൂവി കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ സിനിമയിൽ എനിക്ക് അങ്ങനെ യോജിപ്പ് വരാത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറയാം. പിന്നെ എങ്ങനെയായിരുന്നു സിനിമ എന്ന് പറയാം. ആദ്യം തന്നെ ഈ സിനിമയിൽ ശാലിനി പാണ്ഡെയുടെ ക്യാരക്ടർ മീരയാണ്. അപ്പോൾ മീരയ്ക്ക് ഈ സിനിമയിൽ തുടക്കം മുതലേ വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. ആ പ്രശ്നം അങ്ങനെ തന്നെ നിലനിന്നുകൊണ്ടേ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിന് എന്താണ് ഈ സിനിമയുടെ ഡയറക്ടറായ ധനുഷ്, ഈ സിനിമയുടെ ഡയറക്ടറും റൈറ്ററും പ്രൊഡ്യൂസറും ഇതിലെ ഹീറോയും ഒക്കെ ധനുഷ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് അതിന് സൊല്യൂഷൻ അവസാനം കൊടുക്കുക എന്ന് നോക്കുമ്പോൾ ഈ സിനിമയിൽ അങ്ങനെ മുന്നോട്ട് പോയിട്ട് ഒരു ഘട്ടത്തിൽ പുള്ളി തന്നെ ഈ ശാലിനി പാണ്ഡെയോട് പറയുന്നുണ്ട്, മീരയോട് പറയുന്നുണ്ട്. ധനുഷിൻ്റെ ക്യാരക്ടർ പേര് മുരുകനാണ്. അപ്പോൾ മുരുകൻ മീരയോട് പറയുന്നുണ്ട്, അച്ഛൻ്റെ കാര്യത്തിൽ നിനക്കിങ്ങനെയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പോൾ അത് തൃപ്തികരമാണെങ്കിലും അതൊരു പൂർണ്ണ തൃപ്തികരമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനേക്കാൾ അത് അച്ഛൻ്റെ കാര്യത്തിലൊക്കെ, സ്വന്തം കാര്യത്തിൽ എന്താണ്, പ്രണയമാണല്ലോ. അപ്പോൾ പ്രണയത്തിന് അത് ഒരു ഉത്തരം, ഒരു യോജിപ്പ് വരുന്നില്ല. അതൊന്നുകൂടി ശരിയാക്കാമായിരുന്നു. അത് വലിയൊരു കുറവായിട്ട് തന്നെ എനിക്ക് തോന്നി. കാരണം പ്രണയത്തിൽ എന്ത് മറ്റുള്ളവരുടെ കാര്യം, അത് വ്യക്തിപരമാണല്ലോ. അപ്പോൾ പ്രണയത്തിന് ശാലിനി പാണ്ഡെയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്ലിയറായ ഉത്തരം സിനിമയിൽ ഞാൻ കണ്ടില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ സിനിമ ഇഡ്ഡലി കടയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൂവിയാണ്. അതായത് ഈ ഇഡ്ഡലിയുമായി ബന്ധപ്പെട്ട കുറേ ക്യാരക്ടറുകളെ സൃഷ്ടിച്ചിട്ട് അങ്ങനെ സെൻറ്റിമെൻറ്റ്സ് ടച്ച് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ച ഒരു സിനിമയാണ്. അപ്പോൾ ഇതിൽ ആക്ഷൻ ഫിലിം കൂടിയാണിത്. ധനുഷ് ആ രീതിയിലാണ് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആക്ഷനും ഉണ്ടെങ്കിലേ ഈ പുള്ളി എഴുതിയിരിക്കുന്ന ഈ കഥയ്ക്ക് കറക്റ്റായിട്ട് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ആക്ഷൻ മൂവിയാണ്. പക്ഷേ മതിയായ ആക്ഷൻ ഈ സിനിമയിൽ ഞാൻ കണ്ടില്ല. ഇതൊന്നും പോരാ. കാരണം എന്താണെന്ന് വെച്ചാൽ ധനുഷ് നല്ലൊരു ആക്ഷൻ ഹീറോയാണ്, അരുൺ വിജയ് നല്ലൊരു ആക്ഷൻ ഹീറോയാണ്. അതേപോലെ ഈ സിനിമയുടെ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് പീറ്റർ ഹൈനാണ്. പീറ്റർ ഹൈനൊക്കെ ആക്ഷൻ ഫിലിം അദ്ദേഹം നേതൃത്വം നൽകി കഴിഞ്ഞാൽ ഇങ്ങനെയാണോ? ശരിക്ക് പുലിമുരുകൻ്റെ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് പീറ്റർ ഹൈനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സിനിമയുടെ സ്റ്റണ്ടൊക്കെ എന്ത് ലെവലിലായിരുന്നു. അതേപോലെ പുള്ളി ചെയ്ത ഒരുപാട് സിനിമകളുടെ ആ സ്റ്റണ്ടിൻ്റെ ആ മേക്കിംഗ് മികവ് പറയാതിരിക്കാൻ പറ്റില്ല. ഒന്നും പറയാനല്ല, നല്ലൊരു ആക്ഷൻ കൊറിയോഗ്രാഫറാണ് അദ്ദേഹം. പക്ഷേ ഈ സിനിമയിൽ മതിയായ ആക്ഷൻ ഞാൻ കണ്ടില്ല. ഒരു ആക്ഷൻ ഓക്കെ, അത് നന്നായിട്ടുണ്ട്. എന്നാലും അതിലും പീറ്റർ ഹൈൻ്റെ ആ ഒരു ടച്ച് ശരിക്ക് വരുന്നില്ല. കുഴപ്പമില്ലാത്ത ആക്ഷനായിരുന്നു അത്. പക്ഷേ അത് മാത്രമേ കാര്യമായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കി എവിടെ? സിനിമയിൽ മതിയായ ആക്ഷൻ കൊടുക്കാമായിരുന്നു. ഇതിൽ അരുൺ വിജയ്, ധനുഷ് കൂടാതെ കൂടുതൽ വില്ലന്മാരെ ഇറക്കി പുള്ളിക്ക് കൊണ്ടുവരാമായിരുന്നു. അത് ധനുഷ് ശ്രദ്ധിക്കാതെ വിട്ടുപോയി. പുള്ളിയുടെ ആ ഡയറക്ഷനിലും ഈ കഥയുടെ ആ സ്ക്രിപ്റ്റിലും തിരക്കഥയിലും ഒക്കെ കൊണ്ടുവരാമായിരുന്നു. അത് ചെയ്തിട്ടില്ല. അങ്ങനെ രണ്ട് പ്രശ്നങ്ങൾ ഇതിൽ കണ്ടു. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് ഇതിലേക്ക് കയറി വരുന്ന നമ്മുടെ കയൽ ക്യാരക്ടർ, അത് നിത്യ മേനോനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശാലിനി പാണ്ഡെന്ന് നേരെ ഫോക്കസ് ആയിരുന്ന ആ സംഭവം അങ്ങനെ കൊണ്ടുവന്നിട്ട് കയലിലേക്ക് കൊണ്ടുവരുമ്പോൾ അതെങ്ങനെ അവിടെ ഒരു യോജിപ്പ് വരുന്നില്ല. ഇനി കയലിൻ്റെ കാര്യത്തിലും നാളെ വേറൊരു കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇനി വേറൊരു ക്യാരക്ടർ ഇറങ്ങുമോ, അതിനായിട്ട് വേറൊരു ഹീറോയിൻ ഇറങ്ങുമോ? അതൊരു സുഖമായിട്ട് തോന്നിയില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കഥയ്ക്ക് വേണ്ടിയിട്ട് ഇതങ്ങനെ പോവുകയാണ്. പക്ഷെ എന്നാലും തൃപ്തികരമായ ഡയലോഗുകൾ അതിലേക്ക് ധനുഷിന് ഒന്നുകൂടി സീരിയസ് ആയിട്ട് ചേർക്കാമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഈ സിനിമയ്ക്ക് ഞാൻ കണ്ടു. എന്തായാലും ആക്ഷൻ ഈ സിനിമയ്ക്ക് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ വേറെ ലെവലാകുമായിരുന്നു. ഇനി ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന് പറയാം. ഇഡ്ഡലി കട, ഈ സിനിമയിൽ ധനുഷ് ചെയ്ത ഒരു മണ്ടത്തരം ഞാൻ പറയാം. പുള്ളി ട്രെയിലർ ഇറക്കിയപ്പോൾ സിനിമയുടെ മുഴുവൻ കഥയും മനസ്സിലാകുന്ന രീതിയിലാണ് ആ ട്രെയിലർ ഇറക്കിയിരിക്കുന്നത്. ആരെങ്കിലും അങ്ങനെ ഇറക്കുമോ? ഞാൻ ആ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ, ഈ സിനിമ കാണുന്നതിനും ഒരാഴ്ച മുമ്പ് ഞാനത് കണ്ടിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ സിനിമയുടെ കഥയും. മാത്രമല്ല ഈ സിനിമയിൽ ആ ട്രെയിലറിൽ കാണിക്കാത്ത സംഭവങ്ങൾ എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അത് ഞാൻ സിനിമയ്ക്ക് പോയപ്പോൾ അത് അതേപോലെ ഉണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ ആരും ട്രെയിലർ ഇറക്കാൻ പാടില്ല. എവിടെ പൊടിപ്പും തൊങ്ങലുമായിട്ട് ട്രെയിലർ വെക്കണം. ഇപ്പോൾ തുടരും മൂവിക്ക് ട്രെയിലർ വെച്ചു, അതിലെന്തെങ്കിലും നമുക്ക് മനസ്സിലായോ? സിനിമ പോയി കണ്ടപ്പോൾ അതിൽ വില്ലനും കാര്യങ്ങളും വേറെ ലെവലിലുള്ള ഒരു സിനിമയായിരുന്നു. അതുപോലെ ട്രെയിലർ ഇറക്കണം. അതിലും ധനുഷിന് ഒരു പിഴവ് പറ്റി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ആ ട്രെയിലർ അവർക്ക് സൂട്ടാവും. കാരണം ഇഡ്ഡലി കടയാണ്. ഇഡ്ഡലി എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ എത്രത്തോളം ആളുകൾക്ക് അതൊരു നല്ല വിഭവമായിട്ട് തോന്നുന്നു എന്ന് എനിക്കറിയില്ല. ദോശയ്ക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം. പക്ഷെ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല കേട്ടോ. ആവി പറക്കുന്ന ഇഡ്ഡലി എന്നും തമിഴർക്ക് ഒരു ഹരമാണ്. അപ്പോൾ എനിക്കും ഇഡ്ഡലി നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ സിനിമയിൽ ആ ധനുഷ് ആ ഇഡ്ഡലി ചട്ടി ഇങ്ങനെ അതിൻ്റെ മേലത്തെ ആ മൂടി ഇങ്ങനെ തുറക്കുമ്പോൾ ആവി അങ്ങനെ പറന്നുകൊണ്ട് വരുമ്പോൾ എനിക്കും അത് മണക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അതിനുള്ള സെൻറ്റിമെൻറ്റ്സ് ടച്ചിങ് ഒക്കെ ധനുഷ് ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ധനുഷിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാം. പുള്ളി ഒരു ബ്രില്യൻറ്റ് ഡയറക്ടറാണ്, ബ്രില്യൻറ്റ് റൈറ്ററാണ്, ബ്രില്യൻറ്റ് ഹീറോ ആണെന്ന് ഈ സിനിമയിൽ തെളിയിച്ചിട്ടുണ്ട്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു കഥ തന്നെയാണിത്, നല്ല ഡയറക്ഷൻ തന്നെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പിഴവുകൾ കൂടി നികത്താമായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ശിവനേശൻ എന്നൊരു കഥാപാത്രം വരുന്നുണ്ട്. അത് ചെയ്തിരിക്കുന്നത് രാജ്കിരൺ സാറാണ്. അപ്പോൾ ഇഡ്ഡലിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആ ഒരു അറ്റാച്ച്മെൻറ്റ്, ആ ഒരു ടച്ച് എത്രത്തോളമാണെന്ന് അദ്ദേഹം ആ ഇഡ്ഡലി കടയിൽ ഇഡ്ഡലി വിളമ്പുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തും ആ അഭിനയം വിളമ്പിക്കൊണ്ടേയിരിക്കുകയാണ് രാജ്കിരൺ സാറ്. ശരിക്കും പറഞ്ഞാൽ ഞാനത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം രാജ്കിരൺ സാറിൻ്റെ ആണ് കേട്ടോ. ഈ ശിവനേശനാണ്. അത് പുള്ളി വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നിയത് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ തമിഴിൽ രാജ്കിരൺ സാറിനെ വിട്ടാൽ വേറെ ആരുമില്ലെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയ്ക്ക് വളരെ പ്രസന്നമായിട്ട് ആ ഒരാൾ ഇതിൽ ഒരു ഡയലോഗ് തന്നെ പറയും, നോക്ക് ഒരു മഹത് വ്യക്തി, അതായത് ഒരു മഹർഷി വരുന്ന പോലെയാണല്ലോ പുള്ളി വരുന്നത് എന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റാണ്. കാരണം അതേപോലെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഗീതാ കൈലാസം, അവരും അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ അവരുടെ മുഖത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. അതേപോലെ ഇതിലൊരു പശു കിടാവുണ്ട്. അതുപോലും അതിന് ഒരു ക്യാരക്ടർ കൊടുത്തിട്ട് അതിനോട് പറഞ്ഞപ്പോൾ അത് തനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അത് ക്യാമറയുടെ മുന്നിൽ വന്ന് അഭിനയിച്ച പോലെയുണ്ട്. അത് വന്നിട്ട് ധനുഷിൻ്റെ അടുത്ത് കൊഞ്ചുന്നതും അതൊക്കെ വളരെ നന്നായിട്ട് ധനുഷ് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ എവിടെയൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണോ അതൊക്കെ പുള്ളി നന്നായിട്ട്, ആ ഇഡ്ഡലിക്കടയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണോ അത് നന്നായിട്ട് ധനുഷ് ചെയ്തിട്ടുണ്ട്. അത് രാജ്കിരൺ സാറിലൂടെ പുള്ളി അങ്ങോട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. വളരെ നന്നായിട്ടുണ്ട്. അതേപോലെ ആട്ടുകല്ലിൽ ഇതിൽ അരയ്ക്കുന്നത് അത് കോമഡി ആയിട്ടും സീരിയസ് ആയിട്ടും ചെയ്യുന്നുണ്ട്. നിത്യാമേനോനും ധനുഷും ഇളവരശും ഈ സിനിമയിലുണ്ട്. 3 പേരും കൂടി ചെയ്യുന്നത് കോമഡിയാണ്. ഞാൻ കുറേ ചിരിച്ചു. അപ്പോൾ അതിൻ്റെ ആ ഒരു തനിമ ഈ സിനിമയിൽ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നിത്യാമേനോനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഈ അവസാനമായിട്ട് വിജയ് സേതുപതിയോടൊപ്പം ഹീറോയിനായിട്ടൊരു സിനിമ ഞാൻ കണ്ടിരുന്നു. പേര് ഞാൻ മറന്നുപോയി. അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിരുന്നു ഈ ചാനലിൽ. എന്ത് മനോഹരമായിട്ടാണ് അവർ നിത്യാമേനോന് മലയാളത്തിൽ നിന്ന് തമിഴിൽ പോയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ആ സിനിമ എനിക്ക് മറക്കാനേ പറ്റില്ല. കാരണം വിജയ് സേതുപതിയുടെ ഒപ്പമൊക്കെ ഒപ്പത്തിനൊപ്പം നിന്ന് ആ സിനിമയിൽ അഭിനയിക്കാൻ ഒരു പാടുണ്ട്. കാരണം വിജയ് സേതുപതിയാണ്. പുള്ളിയുടെ ആ ഒച്ചയും അതൊക്കെ അത് ഗംഭീരമായിരുന്നു. അപ്പോൾ ആ സിനിമയിലെ പോലെ തന്നെ ഇതിലും വരുമോ എന്ന് ഞാൻ ട്രെയിലറിൽ നോക്കിയപ്പോൾ ചിന്തിച്ചിരുന്നു. നോക്കുമ്പോൾ അത്രയ്ക്ക് വലിയ ക്യാരക്ടറായിട്ട് ധനുഷ് ഇതിൽ വരുന്നില്ല. സ്ട്രോങ് ആണ്, പക്ഷേ അതുപോലത്തെ ഒരു ക്യാരക്ടറല്ല ധനുഷിൻ്റെ. അപ്പോൾ ധനുഷിൻ്റെ ഒപ്പം നിത്യാമേനോൻ അഭിനയിക്കുമ്പോൾ അത്രയ്ക്ക് വലിയ സംഭവം വരുന്നില്ലെങ്കിലും നിത്യാമേനോൻ ഇതിൽ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ ഭാഗം അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് അരുൺ വിജയുടെ ക്യാരക്ടർ കുഴപ്പമില്ല, പക്ഷേ എന്നാലും പുള്ളിയുടെ കഥാപാത്രത്തെ ഒന്നുകൂടി മാരകമാക്കാമായിരുന്നു. ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ അഹിംസയാണ് എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജിയുടെ വഴി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. എന്താ ഹിംസ? ആക്ഷൻ സിനിമയിൽ അഹിംസയിൽ മാത്രം പോയാൽ മതിയോ? അതിലേക്ക് ഹിംസയും കൊണ്ടുവരണ്ടേ? അപ്പോഴല്ലേ പ്രേക്ഷകർക്ക് ഒരു ത്രില്ലിങ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ എടുക്കുന്നതിന് പകരം ഹിംസയും വേണം എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ധനുഷ് ഒന്ന് റൈസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒരു ഊർജം കിട്ടുമായിരുന്നു കണ്ടിരിക്കാനേ. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. സിനിമയുടെ കഥ വെച്ച് നോക്കുമ്പോൾ, ആ ഇഡ്ഡലിയുമായി ബന്ധപ്പെട്ട കഥ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പോയി. ഇനി പാർത്ഥിപൻ്റെ അറിവ് ക്യാരക്ടർ, അത് തുടക്കത്തിലൊക്കെ ഒരുമാതിരി പോയെങ്കിലും അവസാനം ആകുമ്പോഴേക്കും നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. പുള്ളി അവസാനം തിളങ്ങിയിട്ട് തന്നെയാണ് പുള്ളിയുടെ കഥാപാത്രം നിൽക്കുന്നത്. കുഴപ്പമില്ല.
പിന്നെ നമ്മുടെ സമുദ്രക്കനി, പുള്ളിയുടെ മാരിച്ചാമിയായിട്ട് തന്നെ പുള്ളി മാറിയിട്ടുണ്ട്. ആ ഒരു തരം ഊള പോലത്തെ ഒരു ക്യാരക്ടറാണത്. അത് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് പ്രസന്നയാണ്. അപ്പോൾ ഇതിൽ ആ ഓലപ്പുരയാകുന്ന ഇഡ്ഡലിക്കട, അപ്പോൾ അതിനകത്ത് അതിൻ്റെ ആ മൺചുമര്, അതേപോലെ ആ ആട്ടുകല്ലുകൾ, പിന്നെ അതിൻ്റെ തറ, അതേപോലെ ആ ഇഡ്ഡലി ചട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ഇതിലെ കഥാപാത്രങ്ങൾ അതിനകത്തിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു പഴമ തോന്നിക്കണം, അത് നമുക്ക് ഫീൽ ചെയ്യിക്കണം. അതിനുള്ള കളർ ഗ്രേഡിങ് പുള്ളി അവിടെ വളരെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രസന്ന എഡിറ്റിങ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്താണോ ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ആ ഒരു കളർ ഗ്രേഡിങ്ങിലും കൂടി നമുക്ക് ഫീൽ ചെയ്തെടുക്കാൻ, അതായത് ഈ കഥയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു തുണയായി മാറിയിട്ടുണ്ട്. പ്രസന്ന നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയെക്കുറിച്ച് ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ബ്രില്യൻ്റ് മേക്കിംഗ് തന്നെയാണ്. ആ ഇഡ്ഡലിയുമായി ബന്ധപ്പെട്ട തമിഴ്നാടിൻ്റെ ആ സംസ്കാരവും ആ ഓലപ്പൊരയും അതിലെ ആട്ടുകല്ലും അതിൽ നിന്ന് ആവി പറക്കുന്ന ആ ഇഡ്ഡലി ചട്ടിയിലെ ഇഡ്ഡലിയും അത് അവിടെയുള്ളവരൊക്കെ ആഗ്രഹിക്കുന്നതും ഒക്കെ വളരെ മനോഹരമായിട്ട് ധനുഷ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് പോയി കണ്ടിരിക്കാൻ കുഴപ്പമില്ലാത്ത ഒരു മൂവി തന്നെയാണ്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഉഷാറാക്കിയിരുന്നെങ്കിൽ സിനിമയെ വളരെയധികം നമുക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുമായിരുന്നു. എന്നാലും സിനിമ കുഴപ്പമില്ല, കണ്ടിരിക്കാം.